ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മടിയുള്ള ദിവസങ്ങളിൽ ഞാൻ നൂലപ്പം പുട്ട് അങ്ങനത്തെ എളുപ്പമുള്ള കടികളാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് എന്നോട് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നൂലപ്പം ഉണ്ടാക്കുക അത്ര സിമ്പിളാണോ, അത് കുറേ പണിയല്ലേ, അത് കൈയൊക്കെ വേദന എടുക്കൂലേ അത് ചുറ്റുമ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരു കൈ വേദന ഉണ്ടാവില്ല, വളരെ സിമ്പിളായിട്ട് ഞാൻ നൂലപ്പം ഉണ്ടാക്കിയെടുക്കലുണ്ട്. എനിക്ക് ഈസിയുള്ളൊരു പരിപാടി തന്നെയാണ് കേട്ടോ നൂലപ്പം. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് അറിയണത് തന്നെ ഇക്കാരം, പക്ഷെ എന്നാലും എന്നോട് ചോദിച്ച കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കൂടെയാണ് പറയണേ. പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തുകാണ്ട് നല്ല തിളച്ച വെള്ളമാണ് ഇവിടെ പാർന്നു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ആ ചൂടോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അത് പെട്ടെന്ന് നമ്മളെ കയ്യുമ്മക്ക് ചൂട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്നാക്കി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നൂലപ്പത്തിനുള്ള പൊടി അങ്ങനെ ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ ഒന്നും കുഴച്ചെടുത്താൽ മതി. അതൊന്ന് യോജിക്കുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതേപോലെ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മാവ് ടൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എൻ്റെ മാവ് ഇപ്പോൾ ടൈറ്റൊന്നുമില്ല, നിങ്ങൾ മാവ് നിങ്ങൾക്ക് ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒരു നുള്ളു ഓയിലും കൂടി എടുത്തിട്ട് ഒന്നാണ് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതാ ഈ നൂലപ്പം ഒന്ന് ചിറ്റാൻ വേണ്ടിയിട്ട് ഇടുന്ന ആ കുറ്റുണ്ടല്ലോ, ആ കുറ്റിൻ്റെ ഉള്ളിലും കൂടി ഒന്ന് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അത് നമ്മൾ പീക്കണ സമയത്ത് ടൈറ്റ് ഇല്ലാതെ പെട്ടെന്ന് പീക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആ ഓയിൽ അവിടെ തേച്ച് കൊടുക്കണത്. ഇതിപ്പോൾ എനിക്ക് ഇതിലേക്ക് പീക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ബലം പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരൊറ്റ വിരലും വെച്ച് കണ്ടാണ് ഞാൻ അത് കറക്കി എടുക്കണത്. അപ്പോൾ രാവിലത്തെ ഇന്നത്തെ നമ്മളെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് നൂലപ്പാണ് കേട്ടോ. അത് കഴിക്കാൻ ഒരു കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിച്ചാൽ മതി. പക്ഷെ ഞാൻ അതിൻ്റെ മേലേക്ക് അങ്ങനെ തേങ്ങയൊന്നും ചിരവിടലില്ല. പക്ഷെ ഇനി ഞാൻ തേങ്ങ ചിരവിട്ടുകാണ്ട് പഞ്ചസാര ഇട്ട് കഴിക്കണവർക്ക് അങ്ങനെ കഴിക്കുക, തേങ്ങാപ്പാലിട്ട് കഴിക്കണവർക്ക് അങ്ങനെയും കഴിക്കുക. അപ്പോൾ രാവിലത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞ് കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് ഉച്ചക്കൊക്കെയുള്ള ചോറിൻ്റെ പരിപാടിക്ക് നല്ലൊരു അടിപൊളി ചമ്മന്തി ഇറക്കണം. നമ്മളെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടായ നല്ല ചീരമുളക് ഉണ്ട് കേട്ടോ. ഇതിമ്മ നല്ലോണം ഉണ്ടായും ചെയ്തേക്കണേ. അപ്പോൾ കുറച്ചൊക്കെ പൊയ്ത്തും ചെയ്തേക്കണേ. എനിക്ക് ഇതിമ്മക്ക് വന്ന് അറക്കാനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്നറിയില്ല. ഞാൻ അതിമൊക്കെ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും വേണ്ടില്ല, ഇതൊക്കെ ഒന്ന് പറിച്ചെടുത്തുകാണ്ട് നല്ലൊരു ചമ്മന്തി കൂട്ടി ചോറ് വയ്ക്കണം എന്നൊരു പൂതിട്ടാ. അപ്പം എന്നാൽ ഒരു ചമ്മന്തി അരക്കാലോ എന്ന് വിചാരിച്ചിട്ട് പച്ചമുളകൊന്നും ഇട്ട് ചമ്മന്തി അരച്ചാൽ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാ നല്ല ചീരമുളക് ഉണ്ട് ഇതിമ്മൽ, ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി അരക്കണം. ഒന്നെങ്കിൽ ഇതേപോലുള്ള ചീരമുളക് കൊണ്ട് ചമ്മന്തി ഇറക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഉണക്കമുളക് ചുട്ടുകാണ്ടും ചമ്മന്തി ഇറക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചീരമുളകിൻ്റെ ചമ്മന്തിയാണ്. ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ എൻ്റെ തൊള്ളിയിൽ എരിവുള്ള പോലെ ഇങ്ങനെ തോന്നട്ടാ. കാരണം അത്രയ്ക്ക് എരിവാണല്ലോ ഈ ചീരമുളക് എന്ന് പറയണത്. സംഭവം ചെറുതാണെങ്കിലും ഭയങ്കര എരിവാണ് കേട്ടത്. അപ്പോൾ ഇതാ ഞാൻ എല്ലാതും ഒന്നാണ്ട് പറിച്ചെടുക്കണുണ്ട്. ഇത് എല്ലാം കൂടി ചമ്മന്തി അരക്കാനൊന്നല്ല കേട്ടോ. ചമ്മന്തി അരക്കാൻ നമുക്ക് കുറച്ച് മതി, ബാക്കി നമുക്ക് സുർക്കിയിലിട്ട് വെക്കണം. ഇതേപോലെ എന്തെങ്കിലും എരിയണം എന്നൊക്കെ ചോറെടുക്കുമ്പോൾ ഒന്നും എരിയായില്ലല്ലോ എന്നൊക്കെയാണ് തോന്നുകയാണെങ്കിലുണ്ടല്ലോ, ഒരു ഉരുള അങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചീരപ്പറങ്കിൻ്റെ മുളക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കടിച്ചാണ്ടല്ലോ, എന്താ ചോറൊക്കെ താനങ്ങോട്ട് ഇറങ്ങിപ്പോട്ടോ. അതിക്ക് വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ഒരു ചീരാപ്പറങ്കിൻ്റെ മുളകൊക്കെ ഒന്ന് കുഴിച്ചിട്ടുണ്ടാക്കിക്കോളി. ഇതേമാതിരി എപ്പോഴെങ്കിലൊക്കെ ഈ എരിയണം എന്ന് തോന്നുകയാണെങ്കിലേ ഒന്നുണ്ട് എരിയാലോ. നോൽമ്പിനൊക്കെയാണ് നമുക്ക് കൂടുതലും ഈ എരിയണം എന്നൊക്കെ തോന്നല്ലേ. നോൽമ്പ് പറഞ്ഞു കഴിഞ്ഞതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒന്ന് എരിയാൻ വേണമെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ നല്ല ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട് കഞ്ഞിടിച്ചാണ്ടല്ലോ, ഷാറാവൂട്ടാ. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടത് കുറച്ച് ചീരുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ചീരുള്ളി എന്ന് പറഞ്ഞാൽ അറിയാത്തവർക്ക് ചെറിയ ഉള്ളിക്കാണ് ചീരുള്ളി എന്ന് പറയണത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലൊരു ചീരുള്ളി ആയും ചെയ്തു, നന്ന ചെറുതായി പോയിട്ട്. അതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന വലിപ്പമൊന്നും ഇല്ല കേട്ടത്. ചമ്മന്തി കൂട്ടാൻ പൂതിയായാൽ പിന്നെ ഇതൊക്കെ തൊലിച്ചുണ്ടാക്കുക തന്നെ. അപ്പോൾ ചെറുതായാലും വേണ്ടില്ല, ഇതൊക്കെ ഒന്ന് തൊലിച്ചുണ്ടാക്കണുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീരുള്ളി തൊലിച്ചതും കുറച്ച് നമ്മൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന ചീരമുളക് ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് പുളിയും കൂടി കൂട്ടിക്കാണ്ടാണ് നമ്മൾ ഈ ചമ്മന്തി അരക്കണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്ന് പുളിയൊന്ന് നമുക്ക് കുരു കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ബ്ലേഡൊക്കെ ആകെ പൊട്ടി പോട്ടെ അതിലിട്ട് കറക്കിയിട്ടുണ്ടെങ്കിൽ.
അപ്പോൾ അത് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണുണ്ട്. കുരു ഇല്ലാത്തതാണ് ഇവിടെ കൂടുതലും കൊണ്ടുവരല്. കാരണം ഞാൻ ഇങ്ങനെ ഈ ഇടയ്ക്ക് ചമ്മന്തിയൊക്കെ ഇറക്കണോണ്ടേ മിക്സിൻ്റെ ബ്ലേഡ് മുഴുവൻ പൊട്ടിച്ചു എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനത്തെ കുരു ഇല്ലാത്തതാണ് എപ്പോഴും കൊണ്ടുവരല് കേട്ടാ. ഇതിപ്പോൾ കുരു ഉള്ളതാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല, കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നമുക്ക് ചമ്മന്തി ഒന്ന് അരക്കണം. ശരിക്കും ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ നല്ല അമ്മിമ്മൽ ഇങ്ങനെ നീട്ടിയിട്ട് അരക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഏതായാലും ഇപ്പോൾ അമ്മിയൊന്നും ഇപ്പോൾ ആർക്കും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ മിക്സിയിലിട്ടുകാണ്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ചീരമുളകും ചീരുള്ളിയും കൂടിയുണ്ട് അരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്കിതാ പുളി ഒക്കെ ഇട്ടുകാണ്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ ചമ്മന്തി ഇവിടെ അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു സാസർക്ക് ഇട്ട് കൊടുത്തുകാണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഉണ്ട് ഒഴിച്ചു കൊടുത്തുകാണ്ട് നന്നായിട്ടുണ്ട് ഇളക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഉണ്ടല്ലോ തൊള്ളി വെള്ളം പൊടിഞ്ഞിട്ട് നിങ്ങളോട് വർത്താനം പറയാനും കൂടി വെച്ചിട്ട അത്രക്കും വെള്ളം ഉണ്ട് എൻ്റെ തൊള്ളിയിൽ. ഏതായാലും വേണ്ടില്ല, ഇത് കൂട്ടിക്കാണ്ടാണ് ചോറ് വയ്ക്കട്ടെ. ആ ഒരു പുളിയും ആ ഒരു ചീരമുളകും ആ ഒരു വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം പാടാണ് ചേരുമ്പോൾ ഉണ്ടല്ലോ, ഓ എന്തോ ഒരു ടേസ്റ്റ് അതിന് ഈ ഒരു ചമ്മന്തിക്കറി. നിങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കലുണ്ടാകും പച്ചമുളകൊക്കെ ഇട്ടുകാണ്ട്. പക്ഷെ ആ പച്ചമുളകിനെക്കാട്ടും ടേസ്റ്റ് ഇങ്ങനെയുള്ള ചീരമുളകൊക്കെ ഇട്ടുകാണ്ട് അരക്കുമ്പോഴാണ്. ഇനി ഏതായാലും ചോറ് അങ്ങോട്ട് വയ്ക്കട്ടെ കേട്ടാ. ഇന്നത്തെ ചോറ്റക്കുള്ള കൂട്ടാൻ നമ്മൾ പെരിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നല്ലോ കർമ്മത്തി, അതങ്ങോട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഒടിഞ്ഞും ചെയ്തേക്കണം കേട്ടാ. അതൊരു കുറേ വെള്ളത്തിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരു കൂട്ടാൻ പോലെ ഉണ്ടാക്കിയതാണ്. ഈ ചോറുക്ക് ഇപ്പോൾ ഈ ചമ്മന്തി മാത്രം മതിട്ടാ. പക്ഷേ ഈ കൂട്ടാനൊക്കെ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്തു എന്നുള്ളൂ. ചോറൊക്കെ വെച്ച് പള്ളർച്ചതിൻ്റെ ശേഷം ഒന്നാണ് കിടന്നു നീച്ചിക്കാണ്ട് വൈകുന്നേരം ഇതാ ഒന്ന് പീടിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഇവനായിട്ട് പീടിക്ക് പോയാണ്ടല്ലോ ആദ്യം ലേസ് എടുത്തേക്കണം കേട്ടോ. ആ ലേസ് മുഴുവൻ തിന്നിട്ടില്ല. അതിൻ്റെ അടുക്ക് അതിൻ്റെ കൈ തന്നിക്കാണ്ട് ഒരു ബിസ്ക്കറ്റ് എടുത്തേക്കണം അവിടുന്ന്. എന്നിട്ട് ആ ബിസ്ക്കറ്റും കൈ പിടിച്ചുകാണ്ട് പോയിക്കാണ്ടാണ് അവിടെ വേറെ എന്തൊക്കെയുണ്ട് പറഞ്ഞ് അതും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാ അതിൻ്റെ അടുക്ക് നമ്മൾ സാധനം വാങ്ങിക്കാണ്ട് ഇറങ്ങിക്കണേ. ഓനായിട്ട് പീടിയിൽ കുറേ നേരം നിന്നാൽ ശരിയാവില്ല കേട്ടോ. അപ്പോൾ വേഗം സാധനം വാങ്ങിയാണ് പോന്നിക്കണ്. അപ്പോൾ അതാ ഒരു കോൺ ഐസ്ക്രീമും അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്നാണ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്